മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു പ്രശ്നം നടന്നിരുന്നു. നമ്മുടെ ജിസയിലും ആര്യനും ഉമ്മ വെക്കുന്നത് അനുമോളു കണ്ടു എന്ന് പറഞ്ഞു. മസ്താനിയാണ് ഈ പ്രശ്നം ആദ്യം തുടങ്ങുന്നത്. നിങ്ങൾ രണ്ടുപേരും പുതപ്പിനടിയിൽ ചെയ്യുന്നത് ഞാൻ ലൈവിൽ കണ്ടതാണെന്നൊക്കെ നമ്മുടെ മസ്താനി പറയുന്നു. പിന്നീടാണ് അനുമോൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ അനുമോളാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വലുതാക്കിയത്. അനുമോൾ പറയുന്നത് മസ്താനി കണ്ടു എന്ന് പറയുന്ന ആ ദിവസമല്ല അനുമോൾ കണ്ടത്. അനുമോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ആര്യനും ജിസയിലും ബ്ലാങ്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ പുതപ്പിനുള്ളിൽ ഉമ്മ വയ്ക്കുന്നത് കണ്ടതെന്ന്. മസ്താനി കണ്ടു എന്ന് പറയുന്ന ആ ഒരു ക്ലിപ്പ് നമ്മളും ലൈവിലും എപ്പിസോഡിലുമെല്ലാം കണ്ടതാണ്. അത് ഡേ 24 എപ്പിസോഡ് 25 ക്ലിപ്പാണ്. അന്ന് രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ അനുമോളുടെ കിറ്റ് കാണാനില്ലെന്നും പറഞ്ഞ് ആര്യനെ പോയി അനുമോൾ വിളിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ജിസയിലും ആര്യനും ബ്ലാങ്കറ്റ് പൊക്കി നോക്കുന്നൊക്കെയുണ്ട്. ആ ഒരു ക്ലിപ്പിനെ കുറിച്ചാണ് മസ്താനി പറഞ്ഞത്. എന്നാൽ അനുമോള് കണ്ടെന്ന് പറയുന്നത് ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് ഡേ 25 എപ്പിസോഡ് 26 രാത്രി അനുമോൾ കണ്ടതാണ് നമ്മുടെ ജിസയിലും ആര്യനും പുതപ്പിനുള്ളിൽ വെച്ച് ഉമ്മ വയ്ക്കുന്നത്. പക്ഷേ ഈ ഡേ 25 എപ്പിസോഡ് 26 രാത്രി 9 മണി മുതൽ രാവിലെ 11:45 വരെ നമ്മുടെ അനീഷും അനുമോളും ജയിലിലായിരുന്നു. ജയിലിലായ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ ബെഡ്റൂമിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടത്? ചിലപ്പോൾ ഇനി അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ ഇനി ഈ ഡേറ്റ് മാറ്റി പറയാം, വേറൊരു ദിവസമാണ് കണ്ടതെന്ന് ചിലപ്പോൾ അനുമോൾ മാറ്റി പറയുമായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും ഇന്നലെ ലൈവിൽ പറഞ്ഞൊരു ഡേ ഇതാണ്, ഡേ 25 എപ്പിസോഡ് 26. ആ ടൈമിൽ എന്തായാലും അനുമോൾ നമ്മുടെ ബെഡ്റൂമിലില്ലായിരുന്നു. പിന്നെ ബെഡ്റൂമിൽ നടന്നൊരു സംഭവം അനുമോൾ എങ്ങനെയാണ് കണ്ടതെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ലൈവിൽ കണ്ടൊരു കാര്യമാണ്, ഈ ഒരു പ്രശ്നം ലിവിംഗ് റൂമിൽ നടന്നതിന് ശേഷം അനുമോൾ ബെഡ്റൂമിൽ പോയിരിക്കുന്നു. എന്നിട്ട് ക്യാമറ നോക്കി പറയുന്നത് ഞാൻ കണ്ടതാണ്, ദേ എനിക്കിവിടെ കിടന്നാൽ കറക്റ്റായിട്ട് അവരുടെ ബെഡ് കാണാം, പക്ഷേ ക്യാമറ ഫോക്കസ്ഡ് അല്ലായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടാവാം ക്യാമറയിൽ കിട്ടാത്തതെന്ന്. അതെങ്ങനെയാണ് ക്യാമറ ഫോക്കസ്ഡ് അല്ലാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം നൈറ്റ് വിഷൻ ക്യാമറയുണ്ട്, ഡേ വിഷൻ ക്യാമറയുണ്ട്, മൈക്കുണ്ട്, എന്നിട്ട് ക്യാമറ ഫോക്കസ്ഡ് അല്ലെന്നാണ് അനുമോള് പറഞ്ഞ വേറൊരു ന്യായം. പിന്നെ അനുമോള് പറയുന്ന വേറൊരു കാര്യം, ഞാൻ കുറേ ദിവസമായി ഇത് വാച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത്രയും ദിവസം പറയാതിരുന്നത് ഇവൾക്കൊരു ലൈഫുണ്ട് അല്ലെങ്കിൽ ഇവനൊരു ലൈഫുണ്ട് എന്ന് കരുതിയാണ്. പക്ഷേ ഇനി ഞാൻ പ്രേക്ഷകരോട് പറയുമെന്ന് പറഞ്ഞാണ് നമ്മുടെ അനുമോള് പറയുന്നത്. അതിന് മെയിൻ റീസൺ ആര്യൻ ആ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അനുമോളുടെ അമ്മയെ വിളിച്ചു. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് അനുമോള് പറയുന്നത്. എന്നാൽ ആ ഒരു ദേഷ്യത്തിന് പുറത്തൊന്നുമല്ല ഇത് സംഭവിച്ചതെന്ന് നമുക്ക് നന്നായി വ്യക്തമായി അറിയാം. അനുമോള് ഇതിനു വേണ്ടി തന്നെ 2-3 ദിവസമായി പ്രിപ്പയർഡ് ആയിരുന്നു. ഈ കാര്യം ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ തലേ ദിവസം കൂടി ഷാനവാസിനോടും ഒനീലിനോടും അഭിലാഷിനോടും എല്ലാം സംസാരിക്കുന്നതാണ് നമ്മൾ ലൈവിൽ കണ്ടതുമാണ്. അനുമോൾക്ക് വൈൽഡ് കാർഡുകൾ ഹൗസിനുള്ളിൽ വന്നപ്പോൾ കുറച്ച് ഹിന്റ് കിട്ടി പുറത്തെ കാര്യങ്ങളെക്കുറിച്ച്. അതായത് ഈ ജിസയിലിൻ്റെയും ആര്യൻ്റെയും ഒരുമിച്ചുള്ള കിടത്തമൊക്കെ പുറത്ത് നെഗറ്റീവായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു നെഗറ്റീവ് ഇമേജാണ്, അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ ചെറിയൊരു രീതിക്ക് ഹിന്റ് കിട്ടി. അപ്പോൾ ഈ പ്രശ്നം ഒന്നും കൂടി കത്തിച്ചാൽ ഇവർക്ക് നെഗറ്റീവ് ഇമേജുമാകും, തനിക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കൂടുമെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലാണ് അനുമോള് ഈ ഒരു വിഷയം ഇന്നലെ എടുത്തിട്ടത്. അതുപോലെ തന്നെ മസ്താനിയും പ്രവീണും ജിഷിനുമൊക്കെ ആര്യനെയും ജിസയിലിനെയും പറഞ്ഞതും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാകാം. കാരണം ഇവർ പുറത്തുനിന്ന് കളി കണ്ടിട്ട് കയറിയവരാണല്ലോ. ഇവർക്കും അറിയാം ഇതൊക്കെ ഒരു നെഗറ്റീവ് ഇമേജാണ് ഇവർക്ക് പുറത്തുനിന്ന്. ഈ കാര്യത്തിൽ എന്തായാലും എനിക്ക് അക്ബറിനോടും ഒനീലിനോടുമാണ് യോജിപ്പുള്ളത്. കാരണം ഒനീൽ കട്ടയ്ക്ക് നമ്മുടെ ആര്യനെയും ജിസയിലിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അവർ ഉമ്മ വെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഒനീൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഷാനവാസ് ഒനീലിനോട് പറയുന്നത്, എടാ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട, നമുക്കും കൂടി നെഗറ്റീവ് ആകും. അപ്പോൾ ഒനീൽ വ്യക്തമായി പറയുന്നുണ്ട്, നെഗറ്റീവ് ഇമേജ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ, പുറത്ത് എന്താണെങ്കിലും എന്താണ്, പക്ഷേ ഈ സമയം എവിടെയാണോ ന്യായം അവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ ഒനീൽ ഷാനവാസിനോട് വരെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഷാനവാസിന് എങ്ങനെ അറിയാം നമ്മുടെ പുറത്ത് നെഗറ്റീവ് ഇമേജാണ്, ജിസയിലിനും ആര്യനും നെഗറ്റീവ് ഇമേജ് ആണെന്നൊക്കെ? ഇവരുടെ ഒരു വിചാരം ജിസയിലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിൽ ഇടപെട്ടാൽ അവരുടെ നെഗറ്റിവിറ്റി ഇവർക്കും കൂടി കിട്ടുമെന്നാണ്. പക്ഷേ ഒനീലും അക്ബറും കട്ടയ്ക്ക് കൂടെ നിന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അക്ബറിൻ്റെയും ഒനീലിൻ്റെയും നിൽക്കാൻ തന്നെയാണ് താല്പര്യം. എന്തായാലും ഇത് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതിനെന്ത് നടപടി സ്വീകരിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഇഷ്ടമാണ്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.